എല്ലാ കുട്ടികൾക്കും ഗ്രീസറാണ്. അതായത് ഇന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. നിങ്ങളുടെ മൊത്തമുള്ള ചാപ്റ്ററിൽ ഈസി ആയിട്ടൊരു ചാപ്റ്റർ എന്ന് പറയാം, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടുകയും. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിനൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു 10 മിനിറ്റ് താഴെ ഞാൻ എല്ലാം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ വാ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ബാറ്റിൽ ഓഫ് കൊഡിഷൻ. കൊഡിഷൻ അല്ല കേട്ടോ. ഓക്കെ, അതാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് മൊത്തത്തിൽ ഇലാസ്റ്റിസിറ്റിയെ വെച്ചാണ് സോളിഡ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് സോളിഡ്സിന്റെ ഡെഫിനറ്റ് സൈസും ഷേപ്പും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ +1 ഫിസിക്സിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതുമായിട്ടാണ് കണക്ട് ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, സ്ട്രെസ്സും സ്ട്രെയിനും അത് വിട്ടൊരു കളിയില്ലല്ലോ. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്നും അതിന്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ രണ്ടെണ്ണം ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഒരു മണിക്കൂറിനുള്ളിൽ ഈ ചാപ്റ്റർ മൊത്തത്തിൽ 2 വട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ആ വീഡിയോയുടെ കണ്ടു നോക്കുക, 41 വീഡിയോയിൽ മെക്കാനിക്സ് സൊല്യൂഷൻ എടുത്ത് നോക്കിയോ. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കാം. സ്ട്രെസ് സ്ട്രെയിൻ, യൂണിറ്റ് ഡയമെൻഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരേ ഒരു ലോയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഗ്രാഫ്, ഹുക്സ് ലോ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഹുക്സ് ലോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഹുക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണ്, ഇലാസ്റ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻക്ക് എല്ലാ ഉത്തരം ഹുക്സിലാണ്. ഈ ഹുക്സ് ലോ ചോദിച്ചാൽ പോലും അത് നമ്മൾ ഗ്രാഫ് വിത്ത് പറയണം. എപ്പോഴും ഓർക്കുക, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിൻ അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് സ്ട്രെസ് അലോങ് ദി വൈ ആക്സിസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോ സംശയമില്ല, വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം അങ്ങോട്ടൊരു ഫോക്കസ് കൊടുക്കാം. പിന്നെ കുറെ മോഡുലസ് ഉണ്ട്. നമ്മൾ ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലൈ ഓഫ് ഇലാസ്റ്റിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ ചെയ്തതുപോലെ തന്നെ അതിന്റെ ഇപ്പം വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, റബ്ബർ ഓർ സ്റ്റീൽ, അയൺ ഓർ ഗ്ലാസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഈ യങ്സ് മോഡുലസുമായിട്ട് കണക്ട് ചെയ്താണ്. അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, എന്താണ് യങ്സ് മോഡുലസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, ദെൻ ദി പ്രോബ്ലം. 2 ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ mgl/πr²l and y is equal to fl/a into delta l. എന്ത് സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചെയ്യുന്നുണ്ട്. ഇത് 2 എണ്ണവും പഠിച്ചിട്ട് പോവുക. fl/a into delta രണ്ടും സെയിം തന്നെയാണ്. mgക്ക് വരെ f എന്ന് കൊടുക്കുന്നു, πr² വരെ കൊടുക്കുന്നു, പക്ഷെ രണ്ടും പഠിച്ചുകൊണ്ട് പോവുക. യങ്സ് മോഡുലസിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ബൾക്ക് മോഡുലസ് അറിഞ്ഞിരിക്കുക. ബൾക്ക് മോഡുലസ്, കാരണം ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്രസിബിലിറ്റി ഞാൻ ഇങ്ങോട്ട് അങ്ങ് എഴുതാണേ. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/ബൾക്ക് മോഡുലസ്. കാരണം ഇതുമായിട്ടൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വാട്ടർ ഓർ എയർ. അവിടെ ഈ കംപ്രസിബിലിറ്റിയും ബൾക്ക് മോഡുലസുമായിട്ട് വെച്ചുള്ള റീസൺ ആണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കംപ്രസിബിലിറ്റി, ബൾക്ക് മോഡുലസ്. യങ്സ് മോഡുലസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യങ്സ് മോഡുലസിനാണ്. അത് വളരെ 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 കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും ഗ്രാഫുകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും നന്നായിട്ട് പഠിച്ചാൽ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ ഒരുപാടുണ്ട്. 4 പോയിന്റ് കിട്ടുന്ന ഗ്രാഫ്, അതായത് സ്ട്രെയിനും അലോങ് ദി എക്സ് ആക്സിസ്,
സ്ട്രെസ് അലോങ് ദി വൈ ആക്സിസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് നമുക്കില്ല 4 പോയിന്റ് കിട്ടുന്ന ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രൈറ്റ് ലൈൻ വരെ ഹുക്സ് ലോ ചെയ്യും, ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടുന്ന ഗ്രാഫ്, അതുപോലെ തന്നെ ഈൽഡ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്, അതൊരു ഇമ്പോർട്ടന്റ് ഗ്രാഫാണ്. പിന്നെ 2 ഗ്രാഫ് വന്നിട്ട് ഒരു ഗ്രാഫിന് വണ്ണ കൂടുതൽ വണ്ണ കുറവ്, പിന്നെ ഇങ്ങനെയുള്ള ഗ്രാഫ് എ ബി സി, വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ, ഇതൊക്കെ പോയിന്റ് നോട്ട് ചെയ്തേക്കണം. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക് ആൻഡ് വിച്ച് ഈസ് മോർ ഡക്റ്റൈൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാൻ വളരെയധികം ചാൻസുകളാണ്. ഇലാസ്റ്റിക് റീജിയൻ നമ്മൾ തെറ്റിക്കുന്നതാണെന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. ഇലാസ്റ്റിക് റീജിയനും ഗ്രാഫിൽ നിന്ന് പ്ലാസ്റ്റിക് റീജിയനും കണ്ടുപിടിക്കാൻ ചോദിക്കുക. ഒരു ഗ്രാഫിൽ സ്ട്രെയിനും സ്ട്രെസ്സും വരയ്ക്കുവാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഭാഗം വരെ എന്തോ ഉപയോഗിക്കുന്നുണ്ട്, ഹുക്സ് ലോ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓർത്തോണം. ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയനും വെച്ചിട്ടുള്ള ഗ്രാഫ് ചോദിക്കാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ 3 ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളത്, അത് നോക്കിക്കൊണ്ട് വേണം പോകാൻ. ഒന്ന് മറ്റേ ഗിർഡേഴ്സിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു മൗണ്ടന്റെ ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ റോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരു സാധ്യതയുള്ളൊരു സാധനമാണ് ഡക്റ്റൈൽ സോളിഡ്സ്. എല്ലാത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കാം. ഡക്റ്റൈൽ സോളിഡ്സ്, മാലേബിൾ സോളിഡ്സ്, മാലേബിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി, ഇതിന്റെ എല്ലാ എക്സാമ്പിളുകൾ ഓർത്തിരിക്കുക. ഇലാസ്റ്റമർ, ഇലാസ്റ്റിക് ഫാറ്റിക്, പ്രീവിയസ് ഇയറിനകത്ത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇലാസ്റ്റിക് ഫാറ്റിക്, ഡക്റ്റൈൽ സോളിഡ്സ്, മാലേബിൾ സോളിഡ്സ്, ഇലാസ്റ്റമർ, ഇലാസ്റ്റിക് ഫാറ്റിക്, ഈ 4 നോക്കാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മതി. ഇതിന്റെ എക്സാമ്പിൾസ് എല്ലാം നോക്കണം. ഡക്റ്റിലിറ്റി എന്താണ്, മാലേബിലിറ്റി എന്താണ്, ഇലാസ്റ്റമർ എന്താണ്, ഇലാസ്റ്റിക് ഫാറ്റിക് എന്താണ്, ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നോക്കാൻ മൊത്തത്തിൽ 1 മണിക്കൂർ വേണ്ട മെക്കാനിക്സ് സോളിഡ്സ് തീർക്കാൻ. ഇപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് എത്ര സമയം കൊണ്ട് തീർക്കും. ഈസി, ഒരു 28 മണിക്കൂർ നിങ്ങൾക്ക് മൊത്തം വീഡിയോ ഉണ്ടായിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ 5 ദിവസം കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാം. പക്ഷെ ശരിക്കും കഷ്ടപ്പെട്ടും പഠിക്കണം. അന്നേരം ഇത് 100% ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, അത് സംശയം വേണം. അന്നേരം നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് നന്നായിട്ട് നോക്കിയിട്ട് പോയാൽ എന്തിനാ ചുമ്മാ മാറി ചിലപ്പോൾ 4-5 മാർക്കിനോ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്ക് ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 1 മാർക്ക് വേണ്ട, ചോയ്സ് വെച്ച് പഠിക്കരുത്. എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് കിട്ടുമ്പോൾ അടിപൊളിയായിട്ട് എഴുതും. അതായത് നമുക്ക് അടുത്തത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അടുത്ത ദിവസം കാണാം. അന്നേരം ഈ 10 മിനിറ്റിനകത്തുള്ള വീഡിയോ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. എല്ലാം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നിരിക്കും. പരീക്ഷ വരെ എന്ന് പറഞ്ഞാൽ പരീക്ഷ വരെ പെർഫെക്റ്റ്. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, വാ.